കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം, ഡെവലപ്മെന്റ്സ് കൊണ്ടുവരണം, പുറത്താക്കേണ്ടവരെ പുറത്താക്കണം, പുതിയ ആളുകളെ കൊണ്ടുവരേണ്ട സമയത്ത് പുതിയ ആളുകളെ കൊണ്ടുവരണം. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യണമെന്ന് ഒരാൾ ആഗ്രഹിക്കുകയാണ്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ? ഒരിക്കലും ഒരു ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ചെയ്യുന്നൊരു കോൺസെപ്റ്റ് അല്ല. ഞാനൊരു ബിസിനസ് ചെയ്യുമ്പോൾ ആക്ച്വലി എനിക്ക് വളരാനോ എനിക്ക് സമ്പത്ത് ഉണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല, അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. ജനങ്ങൾക്ക് വേണ്ടുന്ന ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഒരു ബിസിനസ് എന്ന് പറയുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഫസ്റ്റ് ക്രൈറ്റീരിയ. പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത്, പ്രൊഡക്റ്റ് ഡിസൈനിൻ്റെ സമയത്ത് നമ്മൾ ആദ്യം ഇത് എത്രത്തോളം പേർക്ക് ആവശ്യമുണ്ട്, എത്രത്തോളം പേരുടെ ഏതെല്ലാം പ്രോബ്ലംസിനെ അഡ്രസ്സ് ചെയ്യാൻ എൻ്റെ പ്രൊഡക്റ്റ് കാറ്റഗറിക്ക് അല്ലെങ്കിൽ എൻ്റെ സർവീസ് ലൈനിന് സാധിക്കും എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മളുടെ ആദ്യത്തെ ഉദ്യമം. അതിനുശേഷം ആ ഒരു സാധനം കസ്റ്റമർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, ഉപഭോക്താവിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ റിസോഴ്സ് നമുക്ക് വേണം, അതിന് ചിലപ്പം മാർക്കറ്റിംഗ് വേണം, സെയിൽസ് വേണം, ഇങ്ങനെ പല വിഭവങ്ങൾ വേണം. ഈ വിഭവങ്ങളെ ഒന്നിച്ചു കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ രണ്ടാമത്തെ ഉദ്യമം. മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഈ ഒന്നിച്ചു കൂട്ടിയതിനെയൊക്കെ നീറ്റായിട്ട് കൊണ്ടുപോകണം, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം, ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണം, പുറത്താക്കേണ്ടവരെ പുറത്താക്കണം, പുതിയ ആളുകളെ കൊണ്ടുവരേണ്ട സമയത്ത് പുതിയ ആളുകളെ കൊണ്ടുവരണം.